ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇന്ന് ആട്ടിൻപാറ എത്തിയിട്ടുണ്ട്. ആട്ടിൻപാറ എത്തിയിട്ട് ആട്ടിൻപാറയിലേക്കുള്ള റോഡ് ഇതാണ്. പക്ഷെ ഇതില് ഇപ്പോ പ്രവർത്തനം അല്ലാന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് വേറൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ചാല് എന്താ വെച്ചാൽ പവർ ഹൗസ് അല്ലേ? പവർ ഹൗസ്, അതായത് KSEB പവർ ഹൗസ് ഒക്കെ അവിടെയാണ്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ടിക്കറ്റ് കൗണ്ടർ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് എത്ര? ഒരാൾക്ക് 10 രൂപ. ചെറിയ പൈസയുള്ളൂ. നമ്മളെ തോണി കയറിയ പൈസയുള്ളൂ, 10 രൂപ ഒരാൾക്ക്. അങ്ങനെ 30 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ കയറി പോണ വഴിക്ക് വല്ലതും കിട്ടുമോ എന്തോ എന്നറിയില്ല. മുകളിലെത്തി കഴിഞ്ഞാൽ പവർ ഹൗസ് കാണാന്നൊക്കെ പറയണേ. അപ്പൊ നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നോക്കാം. അവിടെ പോയിട്ട് ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് പറയാം. ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് കേട്ടോ പവർ ഹൗസിലേക്ക്. ഈ വഴിയിലൂടെ പോകുമ്പോൾ ഈ മലയും കുന്നൊക്കെ കണ്ട് അങ്ങനെ പോവാം. നമുക്ക് ആ മലയില് അങ്ങനെ ആ മലയുടെ മേലെ നമുക്ക് ട്രെക്കിങ് ചെയ്യണം. ആണോ? എന്നാൽ ഈ മലയുടെ മുകളിൽ കയറിയിട്ട് നമുക്ക് ട്രെക്കിങ് ചെയ്യണം. എന്നിട്ട് അവിടെ അൽഫാം ചൂട്ടണം. അത് പൊളിക്കും. ഇത് കണ്ടങ്ങള് ഈ കാണുന്ന മുന്നിൽ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ? ഇത് KSEBയുടെ ബിൽഡിംഗ് ഉണ്ടോ? ആട്ടിൻപാറയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ നടക്കുന്നത്. ഈ ബിൽഡിങ്ങിനകത്താണ് ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി. ഇവിടെയാണ് ആ സ്പോട്ട്. ഇപ്പുറത്ത് ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കിലൊക്കെ കയറാൻ പറ്റുമോ? ഇതാണ് പവർ ഹൗസ്. ഇതാണ് KSEB പവർ ഹൗസ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ മുകളിൽ കേട്ടോ നല്ലൊരു കുന്ന്. ഇതിൻ്റെ മുകളിലും കയറണം. അയ്യോ, അവിടെ ഒരു വ്യൂ ഉണ്ട്. എൻ്റെ പൊന്നോ, എന്താ വെള്ളം! വെള്ളം ഈ ഷട്ടറിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഷട്ടർ തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇതിങ്ങനെ വന്ന് ഇതാ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആട്ടിൻപാറ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെയാണ് കാണുന്നത്. ഞാനത് കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്ന എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനുള്ള പെർമിഷനേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു 2-3 എണ്ണം അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടുന്ന് ആണത്ര നമുക്കുള്ള കറണ്ടൊക്കെ കിട്ടുന്നത്. 24 hour ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വർക്കിങ്ങിലാണ്. ഈ ഒരു പൈപ്പിലൂടെയാണ് ഈ മുകളിൽ നിന്ന് ഇതിൻ്റെ എൻഡിൽ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ വെള്ളമല്ലേ, അത് ഫുള്ള് ഇതിനകത്തൂടെ വരുന്നത്. ഈ പൈപ്പിനകത്തൂടെ പ്രഷർ ചെയ്തിട്ടാണ് വരുന്നത്. ആദ്യം ചെറിയ പൈപ്പിന് വണ്ണം വളരെ കുറവായിരിക്കും. പിന്നെ എത്തി അവസാനം വണ്ണം കൂടി വരികയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറും കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടാണ് പിന്നെ എന്താ പറയുക അവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടുന്ന് ഒരുപാട് വഴി കയറി ഒരു 2-3 കിലോമീറ്ററോളം അങ്ങോട്ട് നടന്ന് കയറിയിട്ട് നമ്മൾ ലാസ്റ്റ് ആട്ടിൻപാറ വാട്ടർഫാളിൽ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. ഈ പാറക്കെട്ടുകളും പിന്നെ കണ്ടില്ല, ഇതുണ്ടല്ലേ ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നിന്ന് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണിത്. നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് കാണണം. ഓക്കെ, ഹലോ ഗൈസ്, ഇവിടെ നല്ല അടിപൊളി ഒരു സീൻ ഉണ്ട് കേട്ടോ. ഇതാ നല്ല അടിപൊളി വെള്ളം. ഇതാണ് നമ്മൾ ഡാമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഇതാ ആ കാണുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ഇതിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത്. ഫുള്ള് പാറ കൊണ്ടൊക്കെ പാറ വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവിടെ. വെള്ളം കണ്ടില്ല ഞങ്ങൾ പാറേനെ കുലിച്ച് വെള്ളം വരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കാണ് വരുന്നത് എല്ലാ വെള്ളം. പിന്നെ അവിടെ ഞാൻ പറഞ്ഞ ആ സ്പോട്ടിൽ
അവിടെ അതുപോലെ തന്നെ എന്താ വെള്ളം അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സ്പോട്ടിലെത്തുന്നത്. അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഇത് വേസ്റ്റൊന്നും കുടുങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടുന്ന് വേസ്റ്റൊക്കെ ഇങ്ങനെ റിമൂവ് ആയിട്ട് പോകണം. അതാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓ നമുക്ക് ഇവിടുന്ന് ഇക്കരെത്തണം. ഈ ഒരു ഗ്യാപ്പ് കടന്നു പോകണം. ഈ വെള്ളത്തിൽ ചാടിയത് ഇപ്പുറത്തെത്തണം. അതിനായിട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ചാടൊന്നും വേണ്ട. ഇതാ ഈ കാണുന്ന സ്പോട്ടിലൊരു വഴിയുണ്ട്. നമുക്കിതിലെങ്ങനെ മെല്ലെ പോയാൽ മതി. കിട്ടുമോ? My God. അയ്യോ ഞാൻ സ്പോട്ടിലെത്തി ഗായ്സ്. കാണുന്നില്ലേ? അനൂപും ഷബീബും അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണ് അവിടെ എത്താനുള്ളൂ. നമുക്കിതിലെ കറന്ന് പോവാം. ചടാം. അയ്യോ കുളിച്ചാലോ? നല്ല അടിപൊളി വെള്ളം. ഒന്ന് കുടിച്ചാലോ? നല്ല പ്യൂരിഫൈഡ് വാട്ടർ ഇനി കിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് പ്യൂരിഫൈഡ് അല്ലേ? ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് വരാം. കുളിച്ചും കാണണ്ട. ഓക്കെ. എന്താ നല്ല കാറ്ററിയാം. ഇവിടെ നിന്നാൽ തന്നെ എന്തൊരു സുഖാന്നറിയാം. ചുറ്റും കാടല്ലേ, ഫുള്ള് കാടാ, മൊത്തം കാടാ, ചുറ്റും കാടാ. നല്ല അടുക്കൂടെ ആ വെള്ളം, നല്ല തണുപ്പ് വെള്ളം. വെള്ളത്തിലൊന്ന് നീന്തി കുടിച്ചിട്ട് എന്തായാലും നല്ല അടിപൊളി തണുപ്പ്. ഇവിടുന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. ഇവിടുന്ന് വെള്ളം വന്നിട്ട് രണ്ട് വഴി കൂടെയാണ് പോണത്. ഒന്ന് ഇതിലെ ഈ സൈഡിലൂടെയാണ് ഒരു വെള്ളം പോകുന്നത്. പിന്നെ രണ്ടാമത് ഇത് വെള്ളം കുറവായതുകൊണ്ടാണ്. നല്ല കൂടുതലുണ്ടെങ്കിൽ ഇതാ ഈ സ്പോട്ട് കണ്ടില്ല നിങ്ങൾ, ഇതിലെ കവിഞ്ഞൊഴുകിയാണ് പോവുക. നല്ല അടിപൊളി സ്പോട്ട്. എന്താ ദൈവമേ, നമ്മളിതിൻ്റെ ടോപ്പിലൊന്ന് കയറാൻ പോവാണ്. ഇതിൻ്റെ ടോപ്പിൽ എന്താണ് വ്യൂ എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. ഇതിലെങ്ങനെ 1, 2, 3 നിലയാണ്. ആ ടോപ്പ് വരെ ഒന്ന് കയറി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നമ്മളിപ്പോൾ കണ്ട ഇതിൻ്റെ ഏറ്റവും ടോപ്പാണ്. ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാനുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ ആട്യൻപാറയിൽ നിന്ന് പോവുകയാണ്. ആട്യൻപാറ കണ്ടില്ല ഞങ്ങൾ, അടിപൊളി സ്പോട്ടാണ്, നല്ല നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. നമുക്ക് വരാനൊക്കെ പറ്റും. ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല, വെള്ളം കുറവാണ്, എന്നാലും നല്ല കാറ്റ്, നല്ല തണുപ്പും. വെള്ളത്തിനൊക്കെ എന്തൊരു തണുപ്പാണെന്ന് അറിയാം, കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ, അതുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ വെള്ളത്തിലൊക്കെ കിടന്ന് നല്ല എൻജോയ് ചെയ്യണമെങ്കിലൊക്കെ വരാം കേട്ടോ. നല്ല സ്ഥലം, കുറച്ച് കയറി പോകാണ്ടെങ്കിലും നല്ല സ്പോട്ടാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.